IT in business. സോ ബിസിനസ്സിനെ എങ്ങനെ IT ഹെൽപ്പ് ചെയ്യും എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ടോപ്പിക് ഇസ് ഇ-കൊമേഴ്സ് അല്ലേ. ഇ-കൊമേഴ്സ് എല്ലാവർക്കും അറിയാം, ഇലക്ട്രോണിക് കൊമേഴ്സ് എന്ന് പറയുന്നത്. അതായത് ഇൻ്റർനെറ്റ് യൂസ് ചെയ്തിട്ട് ഒരു പ്രൊഡക്റ്റിനെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യാൻ കഴിയുന്ന കാര്യത്തെയാണ് നമ്മൾ ഇ-കൊമേഴ്സ് എന്ന് പറയുക. ഫിസിക്കൽ സ്റ്റോറിൽ പോകാതെ തന്നെ നമുക്ക് ആ പ്രൊഡക്റ്റിന് ബ്രൗസ് ചെയ്യാനും അതുപോലെ ആ പ്രൊഡക്റ്റിനെ ഓർഡർ പ്ലേസ് ചെയ്യാനും അതുപോലെ തന്നെ ആ പ്രൊഡക്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് ഓൺലൈൻ പേയ്മെൻറ്റ് ഓപ്ഷൻസ് ഒക്കെ സാധ്യതയുള്ള ഒരു കാര്യമാണ് നമ്മൾ ഇ-കൊമേഴ്സ് എന്ന് പറയുക. അപ്പോൾ ഈ ഇ-കൊമേഴ്സിനെ നമ്മൾ മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഈസ് B2B, ബിസിനസ് ടു ബിസിനസ്. നെക്സ്റ്റ് ഈസ് B2C, ബിസിനസ് ടു കൺസ്യൂമർ. തേർഡ് വൺ ഈസ് C2C, കൺസ്യൂമർ ടു കൺസ്യൂമർ. അപ്പോൾ ഇതൊക്കെ എന്താണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഈസ് B2B, ബിസിനസ് ടു ബിസിനസ്. ബിസിനസ് ടു ബിസിനസ്സിൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിസിനസ് ടീം മറ്റൊരു ബിസിനസ് ടീമിന് ഡയറക്റ്റായിട്ട് സാധനങ്ങൾ കൊടുക്കുക. അതായത് ബിസിനസ് സെൽസ് ടു അനദർ ബിസിനസ്. അതിന് ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോമാണ് അലിബാബ. അപ്പം നമ്മൾ അലിബാബയെക്കുറിച്ച് നമുക്ക് അറിയാം, ആ ചൈനീസ് കമ്പനിയാണ്. അലിബാബയാണ് വേൾഡിൽ എല്ലാവർക്കും ഹോൾസെയിലായിട്ട് സാധനങ്ങളൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം. ഇന്ത്യയിൽ അത് നമുക്കിപ്പോൾ അവൈലബിൾ അല്ല. അപ്പോൾ ഇതിനകത്ത് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഹോൾസെയിലായിട്ടുള്ള ആൾക്കാർ ഹോൾസെയിലായിട്ട് തന്നെ അവരുടെ പ്രൊഡക്റ്റ് ഇവർക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് അവരാണ് അത് മറ്റുള്ളവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെ നമ്മൾ ബിസിനസ് ടു ബിസിനസ് എന്നാണ് പറയുക. ഓക്കെ, ഇനി മറ്റൊരു കാറ്റഗറിയാണ് ബിസിനസ് ടു കൺസ്യൂമർ. കൺസ്യൂമേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലെ സാധാരണ ആൾക്കാർ. ഓക്കെ, അപ്പോൾ ഒരു ബിസിനസ്സുകാർ അവരുടെ പ്രൊഡക്റ്റ് ഡയറക്റ്റ്ലി കൺസ്യൂമേഴ്സിന് കൊടുക്കുന്ന പ്ലാറ്റ്ഫോമുകൾ, ആമസോണും ഫ്ലിപ്കാർട്ടും. അതിനകത്ത് നമുക്ക് എന്താണ്, ഹോൾസെയിൽ അല്ല നമുക്ക് കിട്ടുക. നമ്മൾ ഡയറക്റ്റായിട്ട് ഒരു പ്രൊഡക്റ്റ് ആമസോണിൽ നിന്നും ഫ്ലിപ്കാർട്ടിൽ നിന്നും ഓർഡർ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അത് B2C കാറ്റഗറിയിൽ വരും. ഇനി തേർഡാണ് C2C, ദാറ്റ് ഈസ് കൺസ്യൂമർ ടു കൺസ്യൂമർ. അത് നമുക്കറിയാം, കൺസ്യൂമർക്കാണ് OLX-ഉം eBay-യും. ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് പെട്ടെന്ന് ഓർക്കുക കേട്ടോ. OLX-ലും eBay-ലും എന്താ കാര്യമായിട്ട് നടക്കണേ, നമ്മുടെ കയ്യിലുള്ള ഒരു സാധനം നമ്മൾ വേറൊരാൾക്ക് സെക്കൻഡ് ഹാൻഡ് വിലയിൽ കൊടുക്കണം അല്ലേ. അപ്പോൾ അതൊരു കസ്റ്റമർ, നമ്മളല്ല അതിൻ്റെ പ്രൊഡക്ഷൻ അല്ലേ, നമ്മുടെ കയ്യിലുള്ള ഒരു സാധനം വേറെ ആൾക്ക് കൊടുക്കുക. അപ്പോൾ കൺസ്യൂമർ ടു കൺസ്യൂമറാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ പഠിക്കുക, ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്താണെന്ന് വ്യക്തമായിട്ട് പഠിക്കുക കേട്ടോ. ഈ ഒരു പോർഷന് ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അടുത്തത് ERP, അതായത് എൻ്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ് ആണ്. അപ്പോൾ ERP എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുണ്ടാവും, ബിസിനസ്സിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ERP എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിസിനസ്സുകാരൻ്റെ അവൻ്റെ എല്ലാ കാര്യങ്ങളും കൂടി ഒരൊറ്റ ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റം ആയിട്ട് ആണ് നമ്മൾ ഈ ERP സോഫ്റ്റ്വെയറിനകത്ത് കിട്ടുക. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഇപ്പോൾ നമുക്കൊരു കമ്പനി ഉണ്ടെന്ന് വിചാരിക്കുക. ആ കമ്പനിക്കകത്ത് കുറേ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉണ്ടാവും. ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും, ഹ്യൂമൻ റിസോഴ്സ് ഉണ്ടാവും, പ്രൊഡക്ഷനും സെയിൽസും ഇൻവെൻട്രി, അങ്ങനെ പല പല ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ ഇവരെല്ലാവരുടെയും കൂടെ ഒരു പ്ലാറ്റ്ഫോമിലോട്ട് അല്ലെങ്കിൽ ഒരു പ്ലേസിലോട്ട് കൊണ്ടുവരിക, അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയറിനകത്തോട്ട് കൊണ്ടുവരുന്നതിനെയാണ് നമ്മൾ ERP എന്ന് പറയുക, എൻ്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ് എന്ന് പറഞ്ഞത്. ഓക്കെ, ഇത് ബിസിനസ്സിന് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. വളരെ വലിയ കമ്പനി, നമ്മളൊക്കെ MNC കമ്പനികൾ എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ കമ്പനികളെല്ലാവരും ഈ ഒരു കാറ്റഗറി ആണ് മെയിനായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. SAP എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. SAP എന്ന് പറയുമ്പോൾ സിസ്റ്റം ആപ്ലിക്കേഷൻ ആൻഡ് പ്രൊഡക്ട്സ് ഇൻ ഡാറ്റ പ്രോസസ്സിംഗ് ആണ് SAP. ഓക്കെ, SAP ERP എന്ന് പറഞ്ഞ ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. SAP യൂസ് ചെയ്തിട്ട് നമുക്ക് ബിസിനസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റും. ഒരുപാട് കമ്പനികൾ SAP യൂസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യണത് കേട്ടോ. ദെൻ ഒറാക്കിൾ എന്ന് പറഞ്ഞ കമ്പനി നമുക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയുന്ന കാര്യമാണ് അല്ലേ. ഒറാക്കിൾ കമ്പനിയുടെയും പ്രധാന ഉദ്ദേശം, അവരുടെയും പ്രൊഡക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ബിസിനസ് ആവശ്യങ്ങളായിട്ടുള്ള മറ്റ് കമ്പനികൾക്ക് ഉണ്ടാവുമല്ലോ. മറ്റ് കമ്പനികൾക്കൊക്കെ അവർ തങ്ങളുടെ അവരുടെ പ്രൊഡക്റ്റ് ഇതാണ്, ഇങ്ങനത്തെ ഹ്യൂമൻ റിസോഴ്സും പ്രൊഡക്ഷനും സെയിൽസും എല്ലാം കൂടെ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ സപ്ലൈ ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഒറാക്കിൾ ERP എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻസ് ഉണ്ട്. ദെൻ മൈക്രോസോഫ്റ്റ് ഡൈനാമിക്സ് 365, മൈക്രോസോഫ്റ്റിനും ഇതുപോലത്തെ ഒരു ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ മറ്റ് കമ്പനിക്കാർക്ക് അവരുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാനും മറ്റുമൊക്കെ നമുക്ക് ഇവരുടെയൊക്കെ ഹെൽപ്പോട് കൂടിയിട്ടാണ് ഇവർ ചെയ്യാറുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ERP എന്ന് പറയുന്നത്. അപ്പോൾ ERP ബേസിക്കലി എന്താണ്, ഒരു സോഫ്റ്റ്വെയർ ആണ്. അത് എന്തിനുള്ള സോഫ്റ്റ്വെയർ ആണ്, ഓർഗനൈസേഷൻ മാനേജ് ഓൾ ഇറ്റ്സ് ബിസിനസ് ആക്ടിവിറ്റീസ് ഇൻ എ വൺ ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റം. എല്ലാ ബിസിനസ് ആക്ടിവിറ്റിയും ഒരു ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റം അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ പ്ലേസിൽ കിട്ടുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഈ ERP എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻസ് കൃത്യമായിട്ട് നോക്കണം കേട്ടോ, ERPയുടെ ആപ്ലിക്കേഷൻസ്. നെക്സ്റ്റ് വൺ ഈസ് CRM, കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ്. സോ എന്താണ് CRM എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റതിനെ പോലെ തന്നെയാണ്. CRM-ൽ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിൻ്റെ ഇൻഫോർമേഷൻസ് ഒക്കെ മാനേജ് ചെയ്യണം. ഇപ്പോൾ കസ്റ്റമേഴ്സിന് ഒരു പ്രോബ്ലം വന്നപ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങിച്ചു, ആ പ്രൊഡക്റ്റ് നമുക്കിപ്പോൾ എന്താ പറയുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്കൊരു കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യണം, അല്ലെങ്കിൽ ആ കസ്റ്റമറിലേക്ക് സെയിൽസ് എത്രയുണ്ടെന്ന് മനസ്സിലാക്കണം, അല്ലെങ്കിൽ കസ്റ്റമറുമായിട്ട് നമുക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്യണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കും സോഫ്റ്റ്വെയർസ് ആവശ്യമാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സോഫ്റ്റ്വെയറിനെയാണ് നമ്മൾ CRM എന്ന് പറയുക. CRM സോഫ്റ്റ്വെയറിനകത്ത് എക്സാമ്പിളാണ് സെയിൽസ് ഫോഴ്സ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ. ഓക്കെ, ദെൻ സോഹോ CRM, HubSpot CRM.
ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് സോഹോ എല്ലാവർക്കും വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു CRM ആണ്. നമുക്ക് സോഹോ എല്ലാവരും റീഡ് ചെയ്തിട്ടുണ്ടാവും അല്ലേ? സോഹോൻ്റെ ഓണർ, അതായത് സോഹോൻ്റെ ഫൗണ്ടർ ഒരു തമിഴ്നാട്ടിൽ നിന്നുള്ള ശ്രീധർ വെൻബു എന്ന് പറഞ്ഞ ഒരാൾ, ഇൻ്റർനെറ്റിലൊക്കെ ഭയങ്കര വൈറലായ ഒരു മെൻഷൻ ഉണ്ടാവും. ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ മനസ്സിലാവും. ശ്രീധർ വെൻബു എന്ന് പറഞ്ഞ ആൾക്ക് ഏകദേശം എനിക്ക് തോന്നുന്നു 40,000 മില്യൺ ആണ് സോഹോ കമ്പനിയുടെ വാല്യൂഷൻ. പക്ഷേ അയാളുടെ ലൈഫ് സ്റ്റൈല് ഒരു സൈക്കിൾ എടുത്ത് ആ ഒരു വില്ലേജിനകത്ത് സാധാരണക്കാരനെ പോലെ ജീവിക്കുന്ന ഒരു ബിഗ്ഗസ്റ്റ് മൾട്ടി മില്യണർ ആയിട്ടുള്ള ഒരു ഫൗണ്ടറാണ് സോഹോ കമ്പനിയുടെ ശ്രീധർ വെൻബു. ഓക്കെ, സോ അത് തമിഴ്നാട്ടിൽ നിന്ന് തഞ്ചാവൂരിൽ നിന്ന് മറ്റോ ആണ് അയാളുടെ ബർത്ത് പ്ലേസ്. അയാൾ അവിടെ നിന്നാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ അവരുടെ ആപ്ലിക്കേഷൻസും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ കസ്റ്റമേഴ്സിൻ്റെ ഇൻഫർമേഷനും അതിനെ ട്രാക്ക് ചെയ്യുന്നതും കസ്റ്റമേഴ്സിൻ്റെ കാര്യങ്ങൾ ട്രാക്ക് ചെയ്യുന്നതൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സർവീസാണ് ഈ CRM. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് കസ്റ്റമേഴ്സിൻ്റെ ഡാറ്റാബേസ് കളക്ട് ചെയ്യുക, സെയിൽസ് ട്രാക്കിങ്, കസ്റ്റമേഴ്സിന് സപ്പോർട്ട് കൊടുക്കുക, മാർക്കറ്റിംഗ് ഓട്ടോമേഷൻസ്, ആവശ്യമായിട്ടുള്ള ഓട്ടോമേഷൻസും കാര്യങ്ങളും കറക്റ്റ് നമുക്ക് സെലക്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി വരുന്നില്ലേ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കൊടുക്കുന്നതാണ് CRMൻ്റെ ബേസിക് ആയിട്ടുള്ള ഡ്യൂട്ടീസ്. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾ കൃത്യമായിട്ട് പഠിക്കണേ. ഇത് ചോദിക്കാൻ സാധ്യതയുണ്ട്. സെയിൽസ് ഫോഴ്സ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഉണ്ട്, സോഹോ CRM ഉണ്ട്, ഹബ്സ്പോട്ട് CRM. ഇതൊക്കെ ഓരോ സോഫ്റ്റ്വെയർസാണ്. ഓക്കെ, നെക്സ്റ്റ് എല്ലാവർക്കും സിമ്പിളായിട്ട് നമ്മൾ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന കാര്യമാണ് ഈ ഓൺലൈൻ ബാങ്കിങ് എന്ന് പറഞ്ഞ കാര്യം. ഓൺലൈൻ ബാങ്കിങ് ഉപയോഗിക്കാത്ത നമ്മുടെ കൂട്ടത്തിൽ ആരും ഉണ്ടാവില്ല ഇപ്പം, അല്ലേ? ഓൺലൈൻ ബാങ്കിങ് പ്രധാനമായിട്ട് എന്താ ചെയ്യുക? ബാങ്കിങ് ട്രാൻസാക്ഷൻസ് നടത്താൻ വേണ്ടിയിട്ടാണ് ഓൺലൈൻ ബാങ്കിങ്. അപ്പോൾ നമുക്ക് ബ്രാഞ്ചിൽ പണ്ട് നമുക്ക് ഒരു പൈസ അയക്കണമെങ്കിൽ നമുക്ക് എന്ത് പോകണം? ബാങ്കിൽ പോകണം, അവിടെ ആ ഫോമൊക്കെ ഫില്ല് ചെയ്യണം. ആ ഫോമൊക്കെ ഫില്ല് ചെയ്തിട്ട് വേണം പിന്നെ നമ്മൾ അക്കൗണ്ട് സെക്ഷനിൽ പോയിട്ട് ഒക്കെ അല്ലേ നമ്മൾ പൈസ ട്രാൻസ്ഫർ ചെയ്യാം. ഇപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല അല്ലേ? ഞാനൊന്നും ബാങ്കിൽ വിസിറ്റ് ചെയ്തിട്ട് തന്നെ വർഷങ്ങളായി. അപ്പോൾ നമുക്കെല്ലാം ഓൺലൈൻ കിട്ടുന്നതുകൊണ്ട് ഇതൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ നമുക്ക് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ആപ്പുകൾ നമുക്ക് എല്ലാവർക്കും അറിയാം. SBIയുടെ യുനോ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമാണ് കേട്ടോ. ഉപയോഗിക്കുക യുനോ, YONO എന്നാണ് യുനോ എന്ന് പ്ലാറ്റ്ഫോം. HDFC നെറ്റ് ബാങ്കിങ് എന്ന് പറഞ്ഞ ആപ്പാണ് ഉപയോഗിക്കുക. ICICIയുടെ iMobile എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പാണ് ഉപയോഗിക്കുക. തന്നെ അതുപോലെ തന്നെ ഓൺലൈൻ ബാങ്കിങ് നമ്മൾ ഗൂഗിൾ പേ അല്ലെങ്കിൽ UPI വഴി നമ്മൾ ഗൂഗിൾ പേ, ഒത്തിരി നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ഫോൺ പേ ഒക്കെ നമുക്ക് ഉപയോഗിക്കാറുണ്ട് അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് ഓൺലൈൻ ബാങ്കിങ് ആപ്പുകളുണ്ട്. അപ്പോൾ ഈ ആപ്പുകളുടെ പേര് പഠിച്ച് വെക്കുക കേട്ടോ. ദെൻ ഇൻവെൻട്രി മാനേജ്മെൻറ്റ്. അപ്പോൾ നമ്മൾ കസ്റ്റമറിൻ്റെ കണ്ടു, ഇനി നമുക്ക് ഇൻവെൻട്രി. അപ്പോൾ ഇൻവെൻട്രിയിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ബൾക്കായിട്ട് ഒരു ബിസിനസ് നടത്തുകയാണ്. അപ്പോൾ അതിനകത്ത് ഗുഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആവുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഈ ഇൻവെൻട്രി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ ഇൻവെൻട്രി മാനേജ്മെൻറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ട്രാക്കിംഗ്, സ്റ്റോറിങ് ആൻഡ് കൺട്രോളിങ് ഗുഡ്സ് ആൻഡ് മെറ്റീരിയൽസ് ഇൻ എ ബിസിനസ്. അപ്പോൾ ഒരു ബിസിനസ്സിനകത്ത് ആ പ്രോസസ്സിനെ ട്രാക്ക് ചെയ്യാനും ആ ഗുഡ്സും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാനും മെറ്റീരിയൽസൊക്കെ ആ ബിസിനസ്സിന് ഇനി ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയറാണ് ഈ ഇൻവെൻട്രി മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് സോഫ്റ്റ്വെയർ ആൻഡ് ആപ്ലിക്കേഷൻസ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രധാന ഫീച്ചേഴ്സ് എന്ന് വെച്ചാൽ സ്റ്റോക്കുകൾ മോണിറ്റർ ചെയ്യുക, ബാർകോഡിൻ്റെ RFID ടെക്നോളജി. നമ്മളിപ്പോൾ ബാർകോഡൊക്കെ യൂസ് ചെയ്തിട്ടല്ലേ നമ്മളിപ്പോൾ സാധനങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? നമ്മൾ ഒരു പർച്ചേസ് ചെയ്യാൻ പോകുന്ന സമയത്ത് അവർ ബാർകോഡ് റീഡ് ചെയ്തിട്ടാണ് നമ്മൾ ബില്ലിൽ അടിച്ച് കയറ്റുക അല്ലേ. അപ്പോൾ ബാർകോഡ്, RFID ടെക്നോളജി, ദെൻ ഓട്ടോമാറ്റിക് സ്റ്റോക്ക് അപ്ഡേറ്റ്സ്. ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ ഒരു സാധനം ഒരാൾക്ക് സോൾഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ആപ്ലിക്കേഷനിൽ അല്ലെങ്കിൽ ആ സോഫ്റ്റ്വെയറിൽ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ എത്ര എണ്ണം വെയർ ഹൗസിലുണ്ടോ അത് ഓട്ടോമാറ്റിക്കലി അത് കമ്മിയാവുക, അല്ലെങ്കിൽ പുതിയ സ്റ്റോക്ക് വന്നു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി അത് അതിനകത്തോട്ട് എന്താ പറയുക ആഡ് ചെയ്യുന്ന ഫെസിലിറ്റികളാണ്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റോക്കിൽ എപ്പോഴും അപ്ഡേറ്റ് ചെയ്യുന്നതും പോകുന്ന കാര്യങ്ങളും അത് സെയിലായതും അപ്ഡേറ്റ് ചെയ്യുന്നതും എല്ലാം ഓട്ടോമാറ്റിക്കലായിട്ട് നമുക്ക് ഇതുപോലത്തെ ഇൻവെൻട്രി സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്കതിന് തലവേദനയില്ല, ജസ്റ്റ് അടിച്ചു കൊടുത്താൽ മതി. ഓട്ടോമാറ്റിക്കൽ സ്റ്റോക്ക് ഉള്ളതും ഇല്ലാത്തതും ഒക്കെ നമുക്ക് ഇതുപോലത്തെ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്തിട്ട് ഈസി ആയിട്ട് തന്നെ പെർഫോം ചെയ്യാൻ പറ്റും. ദെൻ പ്രിവെൻറ്റ്സ് ഓവർ സ്റ്റോക്കിംഗ് ആൻഡ് ഷോർട്ടേജസ്. ഷോർട്ടേജ് ഇല്ലാതെയും ഇതൊക്കെ നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾസ് ആണ് ബാർകോഡ് സിസ്റ്റം ആൻഡ് RFID സിസ്റ്റം. RFIDയും യൂസ് ചെയ്യാറുണ്ട്, ബാർകോഡ്സും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഈ രണ്ട് ടേം മാത്രം ഇതിനകത്ത് നിന്ന് പഠിച്ചാൽ മതി കേട്ടോ. ഇനി നെക്സ്റ്റ് ഈസ് SCM, സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്. സോ എന്താണ് SCM എന്ന് പറയുന്നത്? സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് ഇസ് എ മാനേജ്മെൻറ്റ് ഓഫ് ദ ഫ്ലോ ഓഫ് ഗുഡ്സ്, സർവീസ് ആൻഡ് ഇൻഫർമേഷൻ ഫ്രം സപ്ലൈസ് ടു മാനുഫാക്ചേഴ്സ്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, റീറ്റെയിലേഴ്സ് ആൻഡ് കസ്റ്റമേഴ്സ്. അപ്പോൾ ഇത് സംഭവം വേറെ ഒന്നുമില്ല, നമ്മൾ മൊത്തം നമ്മുടെ ഗുഡ്സും സർവീസും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതിനകത്തുള്ള നമുക്കൊരു പ്രൊഡക്റ്റ് നമ്മുടെ ഒരു പ്രൊഡക്റ്റ് നമ്മളിപ്പോൾ ആമസോണിൽ ലോഞ്ച് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇതിന് ഒരു സിസ്റ്റം ഉണ്ട്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ഏത് ആൾക്കാരിൽ നിന്ന് നമുക്ക് കിട്ടണം അല്ലേ? അപ്പോൾ അതിൻ്റെ ഇൻഫോർമേഷൻസ് ഉണ്ടാവുമല്ലോ, ഇൻഫോർമേഷൻസ് ഫ്രം സപ്ലയേഴ്സ് ടു മാനുഫാക്ചേഴ്സ്. അപ്പോൾ ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, അപ്പോൾ അത് ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടാവും, അതുപോലെ കസ്റ്റമേഴ്സ് ഉണ്ടാവും. ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ ഒക്കെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഈ SCM എന്ന് പറഞ്ഞിട്ടുള്ള മാനേജ്മെൻറ്റ് ആപ്ലിക്കേഷൻസ് വഴി നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. സോ
അത് ട്രാൻസ്പോർട്ടേഷൻ, ഡെലിവറി, അങ്ങനത്തെ കുറേ സ്റ്റേജസ് ഉണ്ടാവുമല്ലോ, ഈ ലോജിസ്റ്റിക് വൈസ് ആയിട്ടുള്ള സ്റ്റേജസുകൾ ഉണ്ടാവുമല്ലോ. അതൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് ഈ SCM എന്ന് പറഞ്ഞിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ അതിന് പ്രധാനമായിട്ടുള്ള 2 വമ്പന്മാരാണ് വേൾഡിലുള്ളത്. ഒന്ന് ആമസോൺ സപ്ലൈ ചെയിൻ എന്ന് പറയുന്നത്, ആമസോണിൻ്റെ വലിയ വെയർ മാർക്കറ്റ്, രണ്ടും US ബേസ് ചെയ്തിട്ട് തന്നെയാണ്. ദെൻ വാൾമാർട്ട് ലോജിസ്റ്റിക്സ്. വാൾമാർട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. വാൾമാർട്ട് ലോജിസ്റ്റിക്സും US ബേസ് ചെയ്തിട്ടുള്ള കമ്പനി തന്നെയാണ്. ഇവരാണ് ഈ ലോകത്തിലുള്ള മിക്കവാറും പ്രൊഡക്ട്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ്റെ മെയിൻ ഹെഡ്, സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിൽ ഏറ്റവും രസകരമായ കാര്യം, വാൾമാർട്ട് ഇന്ത്യയിലുണ്ട്. ഓക്കെ, പക്ഷേ വാൾമാർട്ട് ഇന്ത്യയിൽ ഡയറക്റ്റായിട്ട് സ്റ്റോറുകൾ വാൾമാർട്ടിനില്ല. പക്ഷേ US വാൾമാർട്ട് ഡയറക്റ്റ് സ്റ്റോറുകളുണ്ട്. ഇവിടെ ആമസോൺ പോലെ നമുക്ക് വാൾമാർട്ട് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്കത് ഫോറിൻ എന്താ പറയുക കമ്പനി ആയതുകൊണ്ട് കുറേ ലിമിറ്റേഷൻസ് കാര്യങ്ങളുണ്ട് ഇവിടെ ലോജിസ്റ്റിക്സ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇന്ത്യയിൽ നമ്മുടെ മിന്ത്ര ആൻഡ് ഫ്ലിപ്കാർട്ടില്ലേ, ഇതെല്ലാം ഇവരുടെ കാര്യങ്ങളെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് ഈ വാൾമാർട്ട് കമ്പനിയാണ്. ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുമായിരിക്കും കേട്ടോ. അപ്പോൾ വാൾമാർട്ട് ഇന്ത്യയിൽ ഇല്ല എന്ന് വിചാരിക്കേണ്ട, വാൾമാർട്ടും ഇന്ത്യയിൽ ഇൻഡയറക്റ്റ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന കാര്യം. നെക്സ്റ്റ് വൺ ഈസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്താൽ തന്നെ നമുക്ക് ഇങ്ങനെ ആഡുകൾ വരും അല്ലേ, അല്ലെങ്കിൽ യൂട്യൂബ് ഓൺ ചെയ്താൽ നമുക്ക് ആഡുകൾ വരും. അപ്പോൾ ഇതെല്ലാം ആഡുകളൊക്കെ വരാനെങ്കിലും ഈ പ്രൊമോഷൻ, ഒരു പ്രൊഡക്റ്റ് ഉണ്ടെന്ന് വെച്ചപ്പോൾ നിങ്ങളൊരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് പ്രൊമോഷൻ വേണം. പ്രൊമോഷൻ വേണ്ടി സോഷ്യൽ മീഡിയയിൽ പല രീതിയിലുള്ള വെബ്സൈറ്റ്സുകളും അല്ലെങ്കിൽ പ്ലാറ്റ്ഫോമുകളും ഉണ്ട്. അവരാണ് നമുക്ക് അഡ്വർടൈസ്മെൻറ്റുകൾ ചെയ്ത് സഹായിക്കുന്ന ആൾക്കാർ. ഓക്കെ, അപ്പോൾ അത് എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിൽ പലതരത്തിലുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് സിസ്റ്റം ഉണ്ട്. അതായത് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ, സെർച്ച് എഞ്ചിൻ SEO എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. SEO എന്ന് പറഞ്ഞാൽ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ. അതിൻ്റെ ടേംസ് ഒക്കെ കൃത്യമായിട്ട് പഠിക്കണേ. അത് ബേസിക്കലി ഇപ്പോൾ നമ്മളൊരു കീവേഡ് കൊടുത്തു. ഇപ്പോൾ എനിക്ക് ഫോർ എക്സാമ്പിൾ ലാപ്ടോപ്പ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്കിനെ കുറിച്ച് അറിയണം. അപ്പോൾ ഞാൻ വെറുതെ ലാപ്ടോപ്പ് എന്ന് പറഞ്ഞ് കൊടുത്തപ്പോൾ ഞാൻ ആമസോണിൽ സെർച്ച് ചെയ്യണമെന്ന് വിചാരിക്കാം. ലാപ്ടോപ്പ് എന്ന് കൊടുത്ത ഉടനെ എനിക്ക് ഫസ്റ്റ് കുറേ ലിസ്റ്റ് ഓഫ് ലാപ്ടോപ്സ് വരും അല്ലേ. അതിൽ ചില സൈഡിൽ നമ്മൾ സ്പോൺസേർഡ് എന്നൊക്കെ പറഞ്ഞ് കണ്ടിട്ടില്ലേ. നമ്മൾ സെർച്ച് ചെയ്താലും അതിലൊരു ആഡാണ് ഈ സ്പോൺസേർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ആഡായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു കീവേഡ് കൊടുത്താലും അപ്പോൾ അതിനാണ് നമ്മൾ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ. അത് ഒരു തരത്തിലുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്. നമ്മുടെ പ്രൊഡക്റ്റ് കൃത്യമായിട്ട് ഏത് കീവേഡ് കൊടുത്താൽ മറ്റുള്ളവരുടെ ഫ്രണ്ടിലെത്തും, അവരെല്ലാവരും സെർച്ച് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള കീവേഡ് എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മുടെ പ്രൊഡക്റ്റിനെ മാർക്കറ്റിൽ കൊണ്ടുവരുന്നതിനെയാണ് SEO എന്ന് പറയുന്നത്. അത് വലിയൊരു ടോപ്പിക്കാണ്, നിങ്ങളിത് മാത്രം പഠിച്ചാൽ മതി. ദെൻ സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ്, അതേപോലെ തന്നെ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞൊരു ടേമും കൂടിയുണ്ട്. ഇതും ഇതേ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യാൻ മാർക്കറ്റിങ്ങിന് ഉപയോഗിക്കുന്ന സെർച്ച് എഞ്ചിൻ ആണ് നമ്മൾ സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ് എന്ന് പറയും. ദെൻ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഉണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം സോഷ്യൽ മീഡിയ യൂസ് ചെയ്തിട്ട് മാർക്കറ്റ് ചെയ്യുന്നത്. ഇമെയിൽ മാർക്കറ്റിംഗ് ഉണ്ട്, കണ്ടന്റ് മാർക്കറ്റിംഗ് ഉണ്ട്. കണ്ടന്റ് ക്രിയേറ്റേഴ്സൊക്കെ കണ്ടന്റ് മാർക്കറ്റ് ചെയ്യുന്നത് കണ്ടിട്ടില്ലേ, ഓരോ പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ. അതുപോലെ അപ്പോൾ പല രീതിയിലുള്ള മാർക്കറ്റിംഗ് ടെക്നോളജി ഉണ്ട്. അപ്പോൾ ഇതിനെല്ലാത്തിനേക്കാളും ഇമ്പോർട്ടൻസ് അതിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ്. കാരണം നമ്മുടെ ടോപ്പിക് തന്നെ ആപ്ലിക്കേഷൻസ് ആണല്ലോ. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആയിരിക്കുന്ന ആപ്ലിക്കേഷൻസ് ആണ് ഗൂഗിൾ ആഡ്സ്. ഗൂഗിൾ ആഡ്സ് റൺ ചെയ്യുന്ന ഗൂഗിളിൽ ആഡ്സ് എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. ഓക്കെ, ഈ ആഡ്സ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിലൂടെയാണ് നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റിന് അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുക. നമുക്കൊരു പ്രൊഡക്റ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ പ്രൊഡക്റ്റിന് നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ ഗൂഗിൾ ആഡ്സിൽ പോയിട്ട് നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പ്ലാറ്റ്ഫോം കിട്ടും. അതിൽ പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റ് അതിനകത്ത് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി മറ്റുള്ളവരുടെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും അല്ലെങ്കിൽ യൂട്യൂബിലും ഒക്കെ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ആഡ് അതിലേക്ക് റൺ ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് ഗൂഗിൾ ആഡ്സ്. ഇതേപോലെ ഫേസ്ബുക്കിനും ഇതേ ബിസിനസ് ഉണ്ട്. ഫേസ്ബുക്ക് ആഡ്സ് എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. ഇൻസ്റ്റാഗ്രാം ആഡ്സ് ഉണ്ട്. ബൂസ്റ്റ് എന്ന് പറഞ്ഞൊരു, നമ്മൾ കണ്ടിട്ടില്ലേ, നമ്മുടെ പിക്ചറൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ അടിയിൽ ബൂസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ, അതിന് ഇത്ര എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റ് ഓട്ടോമാറ്റിക്കലി മറ്റുള്ളവരുടെ പേജിൽ ഓട്ടോമാറ്റിക്കലി വരും. അപ്പോൾ ഇതൊക്കെ വേരിയസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടെക്നിക്സ് ആണ്. സോ അതിൻ്റെ ആപ്ലിക്കേഷൻസ് ഒക്കെ പഠിക്കാം. നെക്സ്റ്റ് വൺ ഈസ് ബിസിനസ് ഇൻ്റലിജൻസ് ഓർ BI എന്ന് പറഞ്ഞിട്ട്. സോ ബിസിനസ് ഇൻ്റലിജൻസ് നമുക്ക് ബിസിനസ്സുകാർക്ക് വേണ്ട കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ collecting, analyzing and presenting business data to help managers to make informed decisions. നല്ല തീരുമാനങ്ങളെല്ലാം മാനേജേഴ്സിന് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ബിസിനസ് ഇൻ്റലിജൻസ് ഒരു BI എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് നമുക്ക് അധികം നമ്മൾ കേട്ടുകേൾവിയില്ലാത്ത ആപ്ലിക്കേഷൻസാണ്. ഇത് 3 ഒന്ന് ജസ്റ്റ് നന്നായി ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. മൈക്രോസോഫ്റ്റിനുണ്ട് അവർക്ക് പവർ BI എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻസ്. ദെൻ ടാബ് ലോ എന്നാണ് കേട്ടോ, അത് വായിക്കുക. ടാബ്ല്യൂ എന്നല്ല, ടാബ്ലോ എന്നാണ്. LOW എന്ന് നമ്മൾ പ്രൊണൗൺസ് ചെയ്യില്ല, അതാണ് അതിൻ്റെ സൗണ്ട്, ടാബ്ലോ. ദെൻ ക്ലിക്ക് സെൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ 3 ആപ്ലിക്കേഷൻസും ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കണം കേട്ടോ. ചോദിക്കാൻ സാധ്യത കുറവാണ്, എന്നാലും പഠിച്ചു വെക്കണേ. സോ ഇതെല്ലാം എന്തിനാണ് ഉപയോഗിക്കുന്നത്?
ബിസിനസ്സുകാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻസ് ആണ്. ബിസിനസ് ഡാറ്റാസും മറ്റൊക്കെ പ്രസൻറ്റ് ചെയ്യാനും റിപ്പോർട്ടുകളും അല്ലെങ്കിൽ അതിൻ്റെ പെർഫോമൻസും അവരുടെ ബിസിനസ് പെർഫോമൻസും അവരുടെ കമ്പനിയുടെ ഡാറ്റയുടെ അനലൈസേഷനും ഇതിലൊക്കെ ചെയ്തു തരാൻ സപ്പോർട്ടാവുന്ന ഒരു സോഫ്റ്റ്വെയർസ് ആണ് ഈ പറയുന്ന ഈ 3 എണ്ണങ്ങൾ. ഓക്കെ, ഇനി ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എല്ലാവർക്കും അറിയാം അല്ലേ? നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ ഫിസിക്കലായിട്ടുള്ള ലോക്കൽ കമ്പ്യൂട്ടേഴ്സിലല്ലാതെ മറ്റേതോ ഒരു സെർവറിൽ പോയിട്ട് സ്റ്റോർ ചെയ്യുന്നതിനാണ് നമ്മൾ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുക. സോ കമ്പ്യൂട്ടിംഗ് സർവീസ് സച്ച് ആസ് സ്റ്റോർ ചെയ്യാം, സർവീസസ് സച്ച് ആസ് സ്റ്റോറേജ്, സോഫ്റ്റ്വെയർ, സെർവേഴ്സ് ആൻഡ് ഡാറ്റാബേസ് ഓവർ ദ ഇൻ്റർനെറ്റ് ഇൻസ്റ്റെഡ് ഓഫ് യൂസിങ് ലോക്കൽ കമ്പ്യൂട്ടേഴ്സ് അല്ലേ? ഇത് 3 ടൈപ്സ് ഉണ്ട്. ഒന്ന് സാസ്, സോഫ്റ്റ്വെയർ ആസ് എ സർവീസ്, ദെൻ പാസ്, പ്ലാറ്റ്ഫോം ആസ് എ സർവീസ്, ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ്. സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് എന്ന് പറയുമ്പോൾ ക്ലൗഡ് യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് സോഫ്റ്റ്വെയർസ് ആക്സസ് ചെയ്യാം. നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണമെന്നില്ല. നമുക്ക് പല പ്ലാറ്റ്ഫോമുകളും ഇപ്പോൾ നമ്മൾ ഓൺലൈൻ ഗെയിമൊക്കെ ചെയ്യില്ലേ, നമുക്ക് അതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യണമെന്നില്ല. ഡയറക്റ്റ് അവരുടെ വെബ് പേജിൽ കയറി കഴിഞ്ഞ് നമുക്ക് ഫുള്ളായിട്ടും ആ സോഫ്റ്റ്വെയറുകൾ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. വേർഡ് ആണെങ്കിലും എക്സൽ ആണെങ്കിലും എല്ലാം നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാതെ തന്നെ കിട്ടുന്നതിന് സാസ് എന്ന് പറയും. അതുപോലെ പ്ലാറ്റ്ഫോം ആസ് എ സർവീസ്, ഇതുപോലെ വേരിയസ് പ്ലാറ്റ്ഫോമുകളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓൺലൈനായിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ദെൻ ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസസ്, അതായത് ഇപ്പോൾ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ആപ്ലിക്കേഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ഡിസൈൻ ചെയ്യാനോ മറ്റോ ഒക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ഹെൽപ്ഫുൾ ആവും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടൊന്നും പഠിക്കേണ്ട. ഇത് 3 എണ്ണം ഉണ്ട്, സാസും പാസും ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ് ഉള്ള സംഭവങ്ങൾ എന്താണെന്ന് മാത്രം പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും നമുക്ക് ഇതിനകത്ത് ആവശ്യമില്ല. നേരെ അതിൻ്റെ ആപ്ലിക്കേഷൻസ് നോക്കാം. ഗൂഗിൾ ഡ്രൈവ്, അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നമുക്കിപ്പോൾ ഇമെയിൽ, ഇപ്പോൾ നമുക്ക് റീസെൻ്റ് ആയിട്ട് നമ്മളെല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം എന്താണ്, ഇമെയിൽ സ്റ്റോറേജ് ഫുള്ളായി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇമെയിൽ സ്റ്റോറേജ് ഫുള്ളായി കഴിഞ്ഞാൽ അവന്മാർ അടുത്ത ഓപ്ഷൻസ് എന്താ ചെയ്യുക, നിങ്ങൾ ഒരു ഗൂഗിൾ ഡ്രൈവ് പർച്ചേസ് ചെയ്യും, നിങ്ങൾ പൈസ തരും, ഞങ്ങൾ നിങ്ങൾക്ക് സ്പേസ് തരാം. ഇങ്ങനൊരു കാര്യം നമ്മളെല്ലാവരും കാണുന്നതല്ലേ. സോ അതൊക്കെ ഈ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൽ വരുന്ന കാര്യങ്ങളാണ് കേട്ടോ. മറ്റേതോ ഒരു സ്ഥലത്ത് നമ്മുടെ ഡീറ്റെയിൽസ് മുഴുവൻ സ്റ്റോർ ചെയ്യാൻ പറ്റും, നമ്മുടെ ലാപ്ടോപ്പോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലോ ഹാർഡ് ഡിസ്കിലോ ഒന്നും അല്ലാത്ത ഒരു സ്പേസിന്. ദെൻ അതുപോലെ തന്നെ ഒരു കമ്പനിയാണ് മൈക്രോസോഫ്റ്റിൻ്റെ വൺ ഡ്രൈവ്. ഓക്കെ, വൺ ഡ്രൈവും നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ആമസോണിനും ഇതേ കാര്യങ്ങളുണ്ട്. ആമസോൺ വെബ് സർവീസസ് അല്ലെങ്കിൽ AWS എന്ന് പറഞ്ഞ ക്ലൗഡ് സ്പേസ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. ദെൻ മൈക്രോസോഫ്റ്റിൻ്റെ അസൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് സ്പേസും കൂടെ ഉണ്ട്. അപ്പോൾ ഈ ഒരു 4 ടോപ്പിക്കുകൾ നമ്മൾ നോക്കി വെക്കണം കേട്ടോ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൽ. അടുത്തത് ഓട്ടോമേഷൻ അല്ലെങ്കിൽ RPA എന്ന് പറയും, അതായത് റോബോട്ടിക് പ്രോസസ് ഓട്ടോമേഷൻസ്. അപ്പോൾ ഓട്ടോമേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനുഷ്യന്മാരുടെ സഹായം ഇല്ലാതെ തന്നെ ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്യുന്ന ആൻസേഴ്സ്, അതിനാണ് ഓട്ടോമേഷൻസ് എന്ന് പറയുക. അപ്പോൾ RPA എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ബേസിക്കലി ബോട്ട്സ് യൂസ് ചെയ്തിട്ട് പെർഫോം ചെയ്യുന്ന ടാസ്കുകൾ. ഇപ്പോൾ ബോട്ട്സ് യൂസ് ചെയ്തിട്ട് പറഞ്ഞാൽ നമ്മൾ ചില സമയത്ത് ചാറ്റ് ബോട്ടുകളൊക്കെ നമ്മൾ ഉപയോഗിക്കാറില്ല. ഇപ്പോൾ ആമസോണിൽ ഇപ്പോൾ നമുക്കൊരു പ്രോബ്ലം വന്നു, അപ്പോൾ നമ്മൾ വേഗം കസ്റ്റമർ സർവീസിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ചാറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കലി ബോട്ട് ചോദിക്കും, ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു. നമ്മൾ ചില വെബ്സൈറ്റുകളൊക്കെ തുടങ്ങുമ്പോൾ തന്നെ ബോട്ടുകൾ ഉണ്ടാവില്ല. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ഓട്ടോമേഷൻസ് എന്ന് പറയുന്നത്. നമ്മുടെ ആവശ്യം മനസ്സിലാക്കിയിട്ട് നമുക്ക് വേണ്ട ആൻസേഴ്സ് തരുന്നതിനെയാണ് നമ്മൾ ഓട്ടോമേഷൻ എന്ന് പറയും. അതിന് എക്സാമ്പിൾസാണ് UiPath, ഓട്ടോമേഷൻ എനിവർ, ബ്ലൂ പ്രിസംസ്. ഇതൊക്കെ പുതിയ പുതിയ ആപ്ലിക്കേഷൻസ് ആയിട്ട് തോന്നും, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ഒരു 2-3 ടോപ്പിക്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനത്തെ പുതിയ ആപ്ലിക്കേഷൻസ്, കുറച്ച് കൺഫ്യൂഷിംഗ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഉള്ളൂ, അതൊന്ന് പഠിച്ചു പോകുക കേട്ടോ. ബാക്കിയെല്ലാം നിങ്ങൾ വായിച്ചു പോയാൽ മതി. ഓക്കെ, നെക്സ്റ്റ് ഫിൻടെക്. നമുക്കറിയാം ഫൈനാൻഷ്യൽ ടെക്നോളജി എന്ന് പറയുന്നത്, അതായത് എല്ലാ രീതിയിലുള്ള ഫൈനാൻഷ്യൽ സർവീസസ് വളരെ കൺവീനിയൻ്റ് ആയിട്ട് രീതിയിൽ കൊടുക്കുന്ന ടെക്നോളജിയാണ് ഈ ഫിൻടെക് എന്ന് പറയുക. അതിൽ വരുന്ന സർവീസസ് ആണ് മൊബൈൽ പേയ്മെൻറ്റ്സ്, ഓൺലൈൻ ബാങ്കിങ്, ഡിജിറ്റൽ വാലറ്റ്സ്, ഓൺലൈൻ ലെൻഡിങ്, ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാറ്റ്ഫോംസ്, അങ്ങനെയുള്ള എല്ലാം ഈ ഫിൻടെക് കമ്പനികളിലാണ് വരിക. അതിൻ്റെ എക്സാമ്പിൾസ് നമുക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെ വരാറുള്ളൂ. ഗൂഗിൾ പേയും ഫോൺ പേ, പേടിഎം, റൈസർ പേ, ഇതൊക്കെ ഫിൻടെക്കിലൊക്കെ വരുന്ന കാര്യങ്ങളാണ്. നെക്സ്റ്റ് ടോപ്പിക് ഇസ് അനലറ്റിക്സ്. അനലറ്റിക്സ് നമുക്കറിയാം, എന്തെങ്കിലും അനലൈസ് ചെയ്യുക അല്ലേ. അപ്പോൾ അനലറ്റിക്സ് ഈസ് എ പ്രോസസ് ഓഫ് കളക്ടിങ്, ഓർഗനൈസിങ് ആൻഡ് അനലൈസിങ് ഡാറ്റ ടു ഐഡൻറ്റിഫൈ ദ പാറ്റേൺസ് ആൻഡ് സപ്പോർട്ട് ബെറ്റർ ബിസിനസ് ഡിസിഷൻസ്. അപ്പോൾ നല്ലൊരു ബിസിനസ് ഡിസിഷൻസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അനലറ്റിക്സ് ഉപയോഗിക്കുക. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് അറിയണം, അപ്പോൾ അതിൻ്റെ ചാർട്ടും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്ത് നമുക്ക് അതിൻ്റെ ഒരു ഐഡിയ തരുന്നതിനാണ് അനലറ്റിക്സ്. സോ അതിന് നമ്മൾ ഗൂഗിൾ അനലറ്റിക്സ് എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ യൂസ് ചെയ്യും. നമ്മൾ മുന്നേ പഠിച്ചില്ലേ ബിസിനസ്സിന് വേണ്ടിയിട്ട്, അത് തന്നെയാണ് ഇതിനകത്തുള്ളത്. മൈക്രോസോഫ്റ്റ് പവർ BI, ഓക്കെ, ബിസിനസ് ഇൻ്റലിജൻസിന് വേണ്ടി നമ്മൾ പഠിച്ചില്ലേ, അത് തന്നെ. അതേപോലെ ടാബ്ലോ, ഈ 3 ആപ്ലിക്കേഷൻസ് ആണ് അനലിറ്റിക്സിന് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നെക്സ്റ്റ് IT ഇൻ E-ഗവേണൻസ്, അത് നമുക്ക് അടുത്ത ടോപ്പിക്കിൽ നോക്കാം, അടുത്ത വീഡിയോയിൽ നോക്കാം കേട്ടോ.